IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neethus Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. That time 90s, right? 93. Not even born. I was not. So that time, Malayalam film. ആ സമയത്ത് ഇല്ല. അല്ല അന്ന് എനിക്കൊരു 10-12 വയസ്സുള്ളൂ. അന്നത്തെ കാണില്ല. എന്റെ ഒരു അറിവില് 11.5 വയസ്സിലെ മറ്റോ നിൽക്കുമ്പോൾ ഫസ്റ്റ് പടം അനന്തരം 87 അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് അനന്തരം 87 വയസ്സെത്രയെന്ന് മനസ്സിലായില്ലേ? ഇല്ല ഞാൻ വയസ്സ് പറഞ്ഞില്ല. ഫസ്റ്റ് പടം പറഞ്ഞു, ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ കഥാപാത്രം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കഥാപാത്രം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ എത്ര വയസ്സുണ്ട് നോക്ക്. പക്ഷെ ഇതിന്നിപ്പോ കാണുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് അത് ഗസ് ചെയ്യാൻ പറ്റും? എന്തായാലും ഒരു 30 വയസ്സ് തൊട്ടിട്ട് ഒരു 60 വയസ്സിലുള്ള ഏത് കഥാപാത്രത്തെ എന്നെ വിളിക്കാം, കുഴപ്പമില്ല. അതെങ്കിലും പറഞ്ഞല്ലോ. അത് അങ്ങനെ എത്ര പേരുണ്ട് ഇപ്പൊ. അതൊരു വലിയൊരു അല്ല, സുധീഷ് ഇപ്പോഴും ഉണ്ടല്ലോ. എല്ലാ തലമുറയായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു ഭാഗ്യവാൻ തന്നെയാണ്. അതെന്തുകൊണ്ട് പ്രഷർ ഇഷ്ടമുള്ളതാണ്. പ്രഷർ ഇഷ്ടമുള്ളതാണ് ഡയറക്ടർ വിളിക്കുന്നത്, പ്രൊഡ്യൂസർ വിളിക്കുന്നത്. പ്രഷറിൽ ഇപ്പോഴും മനസ്സിൽ ആഴത്തിൽ പതിച്ച ഒരു കഥാപാത്രങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് താങ്കൾ. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഓരോ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗ്യം തന്നെയാണ് സുധീഷ്. ഭാഗ്യം. പണ്ട് പറഞ്ഞ പോലെ കോഴിക്കോട് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്നില്ല, അതൊക്കെ മാറിയ കാലഘട്ടമായി. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പണ്ട് തിരുവനന്തപുരമായിരുന്നു, കൊച്ചിയല്ലായിരുന്നു അല്ലെ? അന്നൊക്കെ ട്രിവാൻഡ്രം അല്ലേ സുധീഷ്? ട്രിവാൻഡ്രമാണ് കൂടുതൽ. ട്രിവാൻഡ്രം അല്ലേ തുടങ്ങിയ സമയത്ത്, ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് ട്രിവാൻഡ്രത്തായിരുന്നു കൂടുതലായിട്ട്. പിന്നെ അടുത്ത കാലത്താണ് കൊച്ചിയിലേക്ക് വന്നത്. മണിച്ചിത്രത്തിന്റെയൊക്കെ I think Bhool Bhulaiya के पहले मतलब Bhool Bhulaiya was the one through which we came to know कि it was first Malayalam movie. So that's what remake. Actually we were shocked to see 90s the Malayalam industry made such a movie. Time ahead movie it was. Thinking that dissociative identity, I was also a psychology student, so at that point of time this क्या बोले उसको, इस सब्जेक्ट was time yeah. ഇതില് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് മോക്ഷയുടെ. ഭയങ്കര ബോൾഡ് ക്യാരക്ടറാണ്. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വന്നു പോകണം. വിട്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സത്യം പറഞ്ഞാൽ പല രീതിക്ക് നോക്കാൻ ശ്രമിച്ചു, പക്ഷെ സമ്മതിച്ചില്ല. റോള് വന്നിട്ട് ഈ തോണ ഉണ്ണികൃഷ്ണൻ ഞാനും ഒരുമിച്ച് പഠിച്ച ആൾക്കാർ. അപ്പൊ ഉണ്ണി ആദ്യം മൂവിയിൽ വന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പടത്തിൽ വരുന്നത്. അപ്പൊ ഉണ്ണിയുടെ പടം അനൗൺസ് ചെയ്തു, കള്ളനും ഭഗവതിന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ പൊതുവെ നോക്കും, അപ്പൊ ആരാ നമ്മൾ ഫസ്റ്റ് പോസ്റ്ററിൽ ആരൊക്കെ അഭിനയിക്കുന്നത്, ആരൊക്കെ ടെക്നിക്കൽ നോക്കുമല്ലോ. അപ്പൊ ഫസ്റ്റ് കാണുന്നത് തന്നെ മോക്ഷനെയാണ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളി ചിന്തിക്കും, ഏട്ടാ ഭാഗ്യവാന്. നമ്മൾ ഫ്രണ്ട്സിന്റെ ഉള്ളിൽ ആ ചിന്ത ഉറപ്പായിട്ടും വരും, അപ്പാർട്ട് ഫ്രം ആക്ടർ. അപ്പൊ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല എന്റെ നായികയുടെ അടുത്ത പടത്തിൽ വരുന്നുള്ള ഞാൻ ചിന്തിച്ചിരുന്നില്ലല്ലോ. അപ്പോ ഐ ആം വെരി ഹാപ്പി. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സത്യം കേട്ടോ, അത് ഭയങ്കരമാണ്. സത്യം. എല്ലാം കിട്ടുന്നൊന്നുമില്ല. മറ്റേ മീശ മാധവന്റെ കാര്യം പറഞ്ഞല്ലോ, മീശ പിരിച്ച. പക്ഷെ അവിടെ എല്ലാം കിട്ടുന്നില്ല, എല്ലാം കിട്ടുന്നില്ല. ആഗ്രഹിച്ചോട്ടെ, എത്തുന്നുണ്ട്, അടുത്തവരെ എത്തി നിൽക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള സിനിമ ആയിരിക്കണം ഇത്. ആ സിനിമ നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം. ഈ പറഞ്ഞ പോലെ മോക്ഷ എന്നൊരു സുന്ദരിയായ നടി മലയാളത്തിലേക്ക് ഇരുകൈ നീട്ടി സ്വീകരിച്ചു. ആദ്യ സിനിമയിൽ നിന്ന് രണ്ടാമത്തെ സിനിമ അടുത്ത സിനിമ ഉടൻ തന്നെ വരുവാണല്ലോ. അത് തന്നെയാണ് ഏറ്റവും, അത് ഈ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു നായികയാണ്ടല്ലോ അദ്ദേഹം മോക്ഷ വെച്ച് സിനിമ എടുക്കുന്നത്. അപ്പൊ അതൊരു നല്ലൊരു കഥ. അല്ല, ഈ പറഞ്ഞ പോലെ ലാംഗ്വേജിന്റെ പ്രശ്നം ഉണ്ടായിട്ട് പോലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. अभी तो नहीं डब किया. नेक्स्ट मूवी डेफिनेटली प्रेइंग सो दैट आई कैन डब. പക്ഷെ ഡബ് ചെയ്തില്ലെങ്കിലും പടത്തില് ആ സീൻസ് ഓരോ ഡയലോഗും പുള്ളിക്കാരി തന്നെ പഠിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് സാധനം ഭയങ്കര നിർബന്ധമായിരുന്നു. അതെ, നിങ്ങൾ രണ്ട് പറഞ്ഞ ഒരു ഡയലോഗ് ഇപ്പൊ രണ്ടുപേരും ഒന്ന് പറയും. പിന്നെ സിനിമയിൽ പറഞ്ഞ മറ്റേ മാറി എന്ന് പറഞ്ഞ അരവല്ലി എന്ന് പറഞ്ഞ ഡയലോഗ് അതെനിക്ക് വേണ്ട. നമ്മൾ ഓക്കെ ആണോ? നിങ്ങൾ ഡബിൾസിൽ ബാഡ്മിന്റൺ ഡബിൾസിൽ നിങ്ങൾ 3 പേരുള്ള ഡയലോഗ്
ഒത്തിരി ആത്മീയ One I remember that phone. Hello, Alan. എന്ത് ഇതുവരെ വിളിക്കുന്നത്? എന്ത് ഇതുവരെ വിളിച്ചില്ല? വിളിക്കുന്നത് ഞാൻ പേടിച്ചു പറഞ്ഞു അങ്ങോട്ട് വിളിച്ച് വിശ്വസിപ്പിക്കേണ്ട എന്ന കരുതി. അതെ, അതാണ് പുള്ളിക്കാരി ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ വന്ന് കയറിയപ്പോ തന്നെ പെട്ടുമരണമാണ് കണ്ടതെന്ന് തിരിച്ചു പറഞ്ഞത്. അടയാളമാണ് ഫസ്റ്റ് നിങ്ങൾ പറയുന്നത്. നമ്മള് ഫസ്റ്റ് നമ്മള് എന്താ പറയാ പരിചയപ്പെടുന്ന ഒരു സീനുണ്ടായിരുന്നു. ഞങ്ങൾ വന്നിറങ്ങുന്ന പുള്ളിക്കാരി ഒരിക്കലും മറക്കില്ല ആ സീൻ. അയ്യോ, അതൊരിക്കലും മറക്കില്ല. അപ്പൊ ഒന്ന് പറയാനുള്ള റിയൽ ഹൊറർ ലൊക്കേഷൻ. അവിടെ ആക്ച്വലി റിയൽ ഹൊറർ ലൊക്കേഷൻ. We were all like in the characters. No. That's what in the characters. വന്നിറങ്ങിയപ്പോ ഫസ്റ്റ് വന്നിറങ്ങി ഇങ്ങനെ ഒരു വന്ന ഉടനെ എന്നെ ഹഗ് ചെയ്യണം. അപ്പൊ ആ ഹഗ്ഗിങ് ഇത്തിരി കൂടി പോയി. അപ്പൊ തന്നെ ഡയറക്ടർ മതി അത്രയും ഹഗ് വേണ്ട, ഫസ്റ്റ് അതേമാതിരി കൺട്രോൾ ലിമിറ്റ് അത് വേണം. ഒരു കഥാപാത്രം നടന്നു ചെയ്യാണ്. അഗ്ഗി എന്ന് പറഞ്ഞാൽ അഗ്ഗി കഥാപാത്രത്തിന് ഇറങ്ങാതെ സംഭവിച്ചത്. ഞാനൊക്കെ അവിടെ ഇരിക്കുന്നതിന് യാതൊരു ബോധവുമില്ല. That's what we were all in the characters. ഞങ്ങൾ ക്യാരക്ടറിലായിരുന്നു. കുറെ നാളുകൾ കൂടി ഭാര്യ എന്നെ കാണാൻ വരുന്നു. ആ ഒരു ഹഗ്ഗിൽ അപ്പം നിർത്തിക്കോളൂ. ആ സീനെ മാറ്റിക്കളഞ്ഞു. ഹെഡ് മാസ്റ്റർ ആയിരുന്നു കേട്ടോ ലൊക്കേഷനില്. പക്ഷെ ആ ലൊക്കേഷനും എത്ര രസമായിരുന്നു ആലോചിക്കാൻ അല്ലേ? നല്ല രസമാണ്. പ്രത്യേകിച്ച് ഒരുപാട് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, സമയം ഉണ്ടായിരുന്നു, നമുക്ക് ചെയ്യാനുള്ള ഒരു ഭയങ്കര ഫ്രീ ആയിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരെല്ലാരും കൂടി. ഞങ്ങള് ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് എന്റെ അമ്മേ. പിന്നീട് ചില അവിടെ ഞങ്ങൾ പറഞ്ഞ ചില ക്യാരക്ടറിനെ ടിവിയിലോ പാട്ടിലോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഓർത്ത് ചിരിക്കുന്ന ഒരുപാട് കഥകളൊക്കെ ഉണ്ടാക്കി. ഭയങ്കര ഫണ്ടായിരുന്നു. എന്തായാലും അതുപോലെ സിനിമ വിജയിക്കട്ടെ. ഹൊറർ സിനിമയുടെ കാലഘട്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അല്ല, എനിക്ക് കുറെ കാലമല്ലേ ഹൊറർ സിനിമ. അതാ ഇപ്പോഴും കാലഘട്ടം എങ്ങനെ ചെയ്യും ചേട്ടാ? മണിച്ചിത്താഴം എന്ന് പറഞ്ഞ പടം അപ്പുറത്ത് കിടക്കുമ്പോ എങ്ങനെ ഇപ്പുറത്ത് ചെയ്യാൻ ധൈര്യം വരും ആൾക്കാർക്ക്? പക്ഷെ അത് തന്നെയാണ് സുധീഷിനെ ഈ സിനിമയിലേക്ക് വന്നതുമായിട്ട് ഞാൻ കണക്കൂട്ടില്ല. ആയിരിക്കാം എപ്പോഴും അതല്ലേ. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. റിലീസ് പ്രേക്ഷകർ നേരത്തെ അല്ല, ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. തിയേറ്റർ തന്നെ കണ്ട ചില സിനിമകൾ അങ്ങനെയാണല്ലോ, അതിന്റെ എഫക്റ്റും കാര്യങ്ങളും. മണിച്ചിത്താഴ് വീണ്ടും റിലീസ് ചെയ്യാനുള്ള കാരണം എന്താ? സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതുപോലത്തെ ഒരു തിയേറ്റർ എഫക്റ്റ് ആണ് ഈ സിനിമ ഉള്ളത്. തിയേറ്റർ തന്നെ കാണേണ്ട സിനിമ. എന്തായാലും സൂപ്പർ ഹിറ്റ് ആകട്ടെ. എല്ലാരും കാണുക, സിനിമ കണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുക. ഇനിയും മോഷ വീണ്ടും മലയാള സിനിമ ചെയ്യട്ടെ. അമിത് ചക്കാലിന്റെ നായിക വീണ്ടും ആകട്ടെ. സുധീഷിനെയും ചേർത്ത് പിടിച്ചേക്കോ. എല്ലാരും ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പൊ ഓക്കെ, മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് എല്ലാരും കാണണമെന്ന് കൂടെ പറഞ്ഞ അവസാനിക്കാം. ചിത്തിനി പടം ചിത്തിനി August 2nd Friday release ആകുന്ന പ്ലീസ് എല്ലാവരും കാണണം. ഡബിങ്ങിന് വേറെ ആൾ വിളിക്കുക, ഇത് ഡബ് ചെയ്യാൻ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. Thank you so much. IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neethus Academy, the best language academy in Kerala. ചേഞ്ച് ആകൂ, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.